ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബ്രൗൺ ബ്രെഡ് എടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്നും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിവിടെ പഞ്ചസാരൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്കിവിടെ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ബ്രെഡ് ക്രംസും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇതിലേക്ക് ഇനി നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു പലഹാരം ഇവിടെ തയ്യാറായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ബ്രെഡും മുട്ടയും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ് നമുക്കിപ്പോൾ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിൻ്റെ ശേഷം ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിതെല്ലാം ഷേപ്പാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഈ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ബ്രെഡും മുട്ടയും ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊരു നല്ല ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ. കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബോൾസും ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.